വലിയൊരു ആഗ്രഹമായിരുന്നു ധനുഷ്കോടിയിൽ വരണം എന്നുള്ളത്. ഇപ്പം എന്തായാലും സാധ്യമായി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. നിങ്ങളും സന്തോഷിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, വിനോദസഞ്ചാരികളെ എക്കാലത്തും മാടി വിളിക്കുന്ന തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ധനുഷ്കോടി തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ ആഡംബര കാഴ്ചകളില്ല, മെട്രോ സിറ്റിയുടെ തിക്കും തിരക്കുമില്ല. ഒരു ദുരന്ത ശേഷിപ്പായി നിലകൊള്ളുന്ന വിജനമായ നഗരം അല്ലെങ്കിൽ നിശബ്ദ നഗരം. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന ഒരു പട്ടണം. 1964 ചുഴലിക്കാറ്റ് എല്ലാം നാമാവിശേഷമാക്കി കളഞ്ഞു. വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെയും നടുവിലുള്ള ഒരു ഇടനാഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, വലതുവശത്ത് നമുക്കിപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം കാണാം. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള കരമാർഗ അതിർത്തിയായിരുന്നു ഇവിടം. ഒരു തുറമുഖ പട്ടണം. തമിഴ്നാട്ടിലെ ഏതൊരു പട്ടണത്തോടും കിടപിടിക്കുന്ന ഒരു പട്ടണം. വീടുകൾ, സ്കൂളുകൾ, പള്ളി, ക്ഷേത്രം, പോസ്റ്റ് ഓഫീസ്, ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ താമസിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. ...170 മൈൽ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് നഗരത്തെ തകർത്തു. 1800 പേരിലധികം പേർ മരിച്ചു. രാമായണത്തിലെ കഥാപാത്രങ്ങൾ പോലെ അവരും ഇപ്പോൾ പഴയ കഥയിലെ കഥാപാത്രങ്ങളായി മാറി. സീതയെ രക്ഷിക്കാൻ രാമസേതു നിർമ്മിച്ച സ്ഥലമെന്ന് പറയപ്പെടുന്ന ഇവിടം വിഭീഷണൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ പാലം രാമൻ വില്ലിൽ നിന്നും അമ്പുകൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഇവിടെ ധനുഷ്കോടി എന്ന പേര് വന്നത്. ഇപ്പോൾ നോക്കൂ, വലതുഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുഭാഗത്ത് ബംഗാൾ ഉൾക്കടലും നമുക്ക് വളരെ വ്യക്തമായി കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നാം എത്തിച്ചേരുക അരിച്ചൽ മുനൈ അല്ലെങ്കിൽ ധനുഷ്കോടി പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളിവിടെ വണ്ടി നിർത്തി നടക്കുകയാണ്. രാമേശ്വരം അമ്പലം സന്ദർശിക്കാൻ വരുന്ന എല്ലാവരും തന്നെ ധനുഷ്കോടി സന്ദർശിച്ചിട്ടേ മടങ്ങാറുള്ളൂ. ആ വലിയ ദുരന്തത്തിനു ശേഷം ഇവിടെ മനുഷ്യവാസയോഗ്യമല്ല എന്ന് മദ്രാസ് സർക്കാർ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇവിടെ കുറച്ച് കച്ചവടക്കാരും ടൂറിസ്റ്റുകളും മാത്രം. ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാണ് നമുക്ക് നിൽക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടില്ല, ഇന്ത്യ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ശ്രീലങ്ക മാത്രമാണ്. ശ്രീലങ്ക 21 കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്ക്. ഇവിടെയുള്ളതൊരു സ്തൂപമാണ്. ഈ കാണുന്ന സ്തൂപമാണ് ഇവിടെയുള്ള ലാസ്റ്റ് പോയിന്റ്. ഈ സർക്കിളിനകത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട്, ഇന്ന് ഒരുപാട് പേരുണ്ട്. ആയിരത്തി 1964 ചുഴലിക്കാറ്റിൽ ഇവിടുത്തെ മീറ്റർ ഗേജ് പാത തകർക്കപ്പെടുന്നതുവരെ പാമ്പനെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിക്കുന്ന ചെന്നൈ മുതൽ ധനുഷ്കോടി വരെയുള്ള ട്രെയിൻ സർവീസ് നിലനിന്നിരുന്നു. അതുമാത്രമല്ല, ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് പോകുന്ന ബോട്ട് മെയിൽ സർവീസ് അതും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലത്തേക്ക് 29 കിലോമീറ്ററാണ് ഉള്ളത്. ഇന്ത്യയുടെ അവസാനത്തുണ്ട് ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ എത്ര മനോഹരമാണെന്ന് നോക്കൂ.
ഇവിടുത്തെ ഈ മുനമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്തൂപത്തിൻ്റെ മുകളിൽ നമ്മുടെ അശോക സ്തംഭമുണ്ട്. അതിങ്ങനെ വെയിലേറ്റ് തിളങ്ങുന്നത് നമുക്ക് കാണാം. ആകാശത്തിനു താഴെ ഒരു കാവലാളായി അല്ലെങ്കിൽ ഒരു സാക്ഷിയായി. ഇവിടെ വന്നപ്പോൾ ഒരു സ്റ്റോൺ മേടിച്ചു. അതിനുള്ളിലൂടെ നോക്കി കഴിഞ്ഞാലേ എല്ലാം തല തിരിഞ്ഞ് കാണാം, ആകാശം കീഴേ കാണാം. ഒരു രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു പോയ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഓർമ്മയ്ക്ക് അത് വാങ്ങി. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത്. ബംഗാൾ ഉൾക്കടലാണ്, ബേ ഓഫ് ബംഗാൾ. ഇവിടെ നിന്നാണ് നമ്മുടെ കംപ്ലീറ്റ് ന്യൂനമർദ്ദങ്ങൾ പുറപ്പെടുന്നത്. പൊതുവേ ഈ ബേ ഓഫ് ബംഗാളിൽ ശാന്തമാണ്, തിരയൊന്നും ഇല്ലാത്തൊരു സമുദ്രമാണ്, ശാന്തമാണ്. ഇപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അന്നത അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്ന ബംഗാളിലെ വെള്ളം ടച്ച് ചെയ്യുകയാണ്. ഒരു അഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ, ക്ലിയറാണ്, വെള്ളം ക്ലിയറാണ്, കണ്ടില്ലേ? അല്ലെ കുറച്ച് വെള്ളം എടുത്തേ, ബംഗാൾ ബാഗിലെ കുറച്ച് വെള്ളം എടുത്തേ, കൈ കൊണ്ട് എടുക്ക്. ആ ടച്ച് ചെയ്ത് വേണ്ട. കുറച്ചകലെ അവിടെ ഒരു മൺതിട്ട പോലെ ഒരു ദ്വീപ് കാണുന്നില്ലേ? അവിടെ ഒരുപാട് തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ബൈനോക്കുലറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ശ്രീലങ്കയിലുള്ള ഒരു ടവറിൻ്റെ അറ്റം മേൽഭാഗം കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ബൈനോക്കുലറിൻ്റെ അകത്തുകൂടെ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഫേക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരുപാട് പേര് ഇവിടെ വെച്ചിരിക്കുന്ന ബൈനോക്കുലറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് 10 രൂപ കൊടുത്തിട്ട് ശ്രീലങ്ക കണ്ട് മടങ്ങുന്നുണ്ട്. അറിയില്ല, ഞാൻ ട്രൈ ചെയ്തില്ല. എന്നോട് പറഞ്ഞത് അത് ഫേക്കാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഈ താഴെ കാണുന്ന ഈ മണൽത്തിട്ടയും ഇവിടുന്ന് അവിടെ കാണുന്ന ആ ദ്വീപ് പോലെയുള്ള സ്ഥലമില്ലേ, ആ മണൽത്തിട്ട, അവിടെ വരെ ആഴം വളരെ കുറവായിരുന്നെന്ന് പറയുന്നത്. 2015 വരെ ഈ വേലിയിറക്കത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയിൽ പോകാമായിരുന്നു, വണ്ടി കൊണ്ട് പോകാമായിരുന്നു, അത്രയും ആഴം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കടൽ കയറി ഇപ്പോൾ അതിന് സാധ്യമല്ലാതായി. ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന കുറച്ച് കച്ചവടക്കാർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സ്ഥിരം വന്നു പോകുന്നത്. താമസമൊന്നുമില്ല എങ്കിലും വന്നു പോകുന്നത്. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം, അതുപോലെ വെള്ളമൊക്കെ ഒരുക്കുന്ന ചെറിയ ചെറിയ കടകൾ. ധനുഷ്കോടിയുടെ ഓർമ്മയ്ക്ക് എന്നെ മേടിച്ചത് എന്താ, ശങ്കല്ല മേടിച്ചിരിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, ധനുഷ്കോടിന്ന് പെയിന്റിങ്സ് ഉണ്ട്. പിന്നെ എന്താ ഇതിന് പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. 2 ചേച്ചിമാര്, ഒരു കൊച്ച്, വീണ്ടും 2 ചേച്ചിമാര്. വാലുണ്ടോ ചേച്ചിമാർക്ക്? ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ലങ്ക ചാടി കിടന്ന ഹനുമാനൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണോ? എന്തായാലും കൊള്ളാം, നന്നായി. എത്ര രൂപയാണ് ഇതിന്? 50 രൂപ. 50 രൂപ അല്ലേ, കൊള്ളാം. ഇതിൽ മൊനമ്പിലെ ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ കുറച്ചും കൂടി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓഷ്യനാണ് കേട്ടോ. ഹായ്, അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഇന്ത്യൻ ഓഷ്യൻ, ഇവിടെയാണ് ഇന്ത്യൻ ഓഷ്യൻ. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് കളറുള്ള ഹാറ്റ് വെച്ചിട്ട് ഞാൻ തടഞ്ഞു വെയിലിന്. അതുകൊണ്ട് കണ്ണുകൾ ചിമ്മിച്ച് പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഇത്തിരി ബഹളക്കാരനാണ്. അപ്പുറം അവിടെ നമ്മൾ പറഞ്ഞു ബേ ഓഫ് ബംഗാൾ അപ്പുറത്താണ്. ഇത് ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ അറിയപ്പെടുന്ന ധനുഷ്കോടിയുടെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ശ്രീലങ്ക. കുറച്ച് വെയിൽ കൂടുതലുണ്ട്, അധികം വെയിൽ കൂടുതലുണ്ട്. വലിയൊരു ആഗ്രഹമായിരുന്നു ധനുഷ്കോടിയിൽ വരണം എന്നുള്ളത്. ഇപ്പം എന്തായാലും സാധ്യമായി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. നിങ്ങളും സന്തോഷിച്ചോളൂ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. പ്രേത നഗരമായി അറിയപ്പെടുന്ന ഓൾഡ് സിറ്റി, നമ്മുടെ ധനുഷ്കോടിയിലെ 1964 തകർന്നടിഞ്ഞു പോയ ആ പഴയ സിറ്റി ഒന്ന് പോയി കാണണം.
അങ്ങനെ തിരിച്ച് നടക്കുകയാണ്. ശരി, തിരിച്ചു പോവാട്ടാ. ധനുഷ്കോടിയുടെ ലാസ്റ്റ് പോയിന്റ് തിരിച്ചു പോവാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ളത് മിസ്റ്റർ ജിത്തു, നമ്മുടെ ഡ്രൈവറാണ്, ബസ്സിൻ്റെ ഡ്രൈവർ, ബെൻസിൻ്റെ ഡ്രൈവർ. ഒരു ഹായ് പറഞ്ഞു. എറണാകുളത്താണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പോകുന്നത് ഗോസ്റ്റ് സിറ്റി, അതല്ലെങ്കിൽ പ്രേത നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന പഴയ നഗരത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കാണാൻ പോകുകയാണ്. ഇത് 1964 ഡിസംബർ 22 ആഞ്ഞടിച്ച് വീശിയ ചുഴലിക്കാറ്റിൽ നശിച്ചുപോയ ധനുഷ്കോടി എന്ന് പറയുന്ന ആ നഗരത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇവിടുത്തെ. ഗൈസ്, ഇത് ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷനായിരുന്നു. 1964 ഒരു സുനാമിയും പിന്നെ ചുഴലിക്കാറ്റൊക്കെ വന്നപ്പോൾ ഇത് മൊത്തം പോയി, ഒലിച്ചുപോയി. ഇപ്പോൾ പ്രേത നഗരം എന്നൊക്കെയാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. തമിഴ്നാട് സർക്കാർ ഇത് വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് പ്രഖ്യാപിക്കുകയും ഇവിടെ ആരും താമസിക്കാൻ പാടില്ല എന്ന നിലയിലുള്ള നിലപാടെടുത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആളുകളൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇടയ്ക്ക് നമ്മുടെ അന്ന വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ പറയുന്നത് ന്യൂ ജനറേഷൻ്റെ വ്യൂസ് കിട്ടണമെങ്കിൽ പുതിയ ജനറേഷൻ്റെ ശബ്ദം കേൾക്കണമെന്നാണ്. ഇത് ഇങ്ങോട്ട് നീണ്ട് കിടന്നിരുന്ന റെയിൽവേ ട്രാക്കിൻ്റെ ലാസ്റ്റ് അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ധനുഷ്കോടിയിലെ പുരാതനമായ പഴയ കാലത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇവിടുന്ന് ആളുകൾ വന്ന് ഇറങ്ങിയിരുന്നതും ട്രെയിനിൽ തിരിച്ചു പോയിരുന്നതും. തമിഴ്നാട്ടിലേക്ക് പോകുന്നതും മദ്രാസിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്നാണ് കയറി പോയിരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫെറിയിലായിരുന്നു യാത്ര. നമ്മൾ പണ്ട് പറയില്ലേ കൊളംബോയിലേക്ക് പോകാനായിട്ട് ആളുകൾ വന്നിരുന്നത് ഈ വഴിക്കാണ്. അന്ന് കടൽ മാർഗമുള്ള യാത്രയ്ക്ക് വളരെ റിസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഴയ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലേ, ഇവിടെ നിലനിന്നിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഉണ്ടാകുന്ന കടൽക്കാറ്റിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു ബിൽഡിങ്. അന്നത്തെ കൺസ്ട്രക്ഷൻ്റെ കരുത്താണ് ഒരുപക്ഷെ ഇപ്പോഴും ഈ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കാൻ കാരണമെന്ന് പറയേണ്ടി വരും. ഇതിന് ഈ കല്ലിനെ കടൽക്കാറ്റ് എടുക്കാൻ കഴിയുന്നില്ല. അതാണ്. കട്ടയായിരുന്നെങ്കിൽ നശിച്ചു പോയേനെ. പണ്ടുകാലത്ത് ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ്റെ ആ ഭംഗിയൊക്കെ നമുക്ക് കാണാട്ടാ. ഈ നിർമ്മിതിയിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണിത്. കണ്ടോ? കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിടിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്സൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ മരങ്ങളാലൊക്കെ ചുറ്റപ്പെട്ട് കുറ്റിക്കാടൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ്. ഗൈസ്, നിങ്ങൾ ഈ ഊഞ്ഞാല് കാണുന്നുണ്ടോ? ഞാനിതിൽ കുറച്ചു നേരം ആടിയിട്ട് വരാം. ഓക്കെ, ബൈ. ഇതെന്ത് കോഴിയാടാ? ഇത് കോഴി സാധാ കോഴിയാ? സണ്ട കോഴിയാ? ആ. ഈ കോഴികളെയാണ് അംഗത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കോഴിയംഗത്തിന് വേണ്ടി തയ്യാറാക്കുന്ന കോഴികളാണ്. ഞാൻ അടുത്തോട്ട് വരുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. കണ്ടോ, കാലിനൊക്കെ നല്ല ഹൈറ്റ് കണ്ടോ? ഇവിടുത്തെ റോഡ് സൈഡിലുള്ള ബൗണ്ടറി ഉണ്ടല്ലോ, കല്ലിങ്ങനെ കയറ് കെട്ടി വെച്ചിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത് കടലേറ്റത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഇനി അവശേഷിക്കുന്ന കുറച്ച് ഓർമ്മകളുണ്ട് കേട്ടോ. പഴയ നഗരത്തിൻ്റെ, പഴയ തുറമുഖത്തിൻ്റെ, മത്സ്യച്ചന്തയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പഴയ കാലത്തെ നിർമ്മിതികളുടെ ഭാഗമാണത്. 64 ഒക്കെ ചുഴലിക്കാറ്റ് കൊണ്ടുപോയി.
പല നിർമ്മിതികളും എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊക്കെ പഴയ കാലത്തെ നിർമ്മിതിയാണ് കേട്ടോ. ഒരു വാടകയുണ്ട് ഇതിനകത്ത്. ഞാൻ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഒരു മയിലിങ്ങനെ നിൽക്കണു, പീലൊക്കെ വിടർത്തി. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പോകുമോ എനിക്കറിയില്ല. നല്ല ഭംഗിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ പെൺമയിലുകളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളീനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഹീസ് ഗോയിങ് ദോ. പുള്ളി സാഡായി. നമുക്ക് പുള്ളീനെ കിട്ടുമെന്നറിയില്ല. ഇവിടെ മയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മയിലുകളുണ്ട് ഇവിടെ. ഇതെവിടെ ഒരു ചിറക് വേർത്തി നിൽക്കുന്നൊരു മയിൽ. ശബ്ദം ഉണ്ടാക്കാൻ നോക്കണ്ട്, പക്ഷെ മയിൽ വരുന്നില്ല. ഹലോ, കുറേ മയിലുകളുണ്ട് കേട്ടോ അവിടെ. ഹലോ. അവിടെ ഇവിടെയൊക്കെ ചെറുപറ മയിലുകളാണ്. 2 സമുദ്രങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണെങ്കിലും ഇവിടെയുള്ള കിണറുകളിൽ നല്ല വെള്ളം ആണ്. അതായത് ഉപ്പുരസമില്ലാത്ത വെള്ളമാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പല ബിൽഡിങ്ങുകളും നമുക്ക് തിരിച്ചറിയില്ല എന്തിൻ്റെ അവശേഷിപ്പാണെന്ന്. ഇത് പറയുന്നത് ക്ഷേത്രത്തിൻ്റെയാണെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ധനുഷ്കോടി ഡിസംബർ 1964 പെരിഷ്ഡ് ഓൾഡ് ടെമ്പിൾ റെയിൽവേ സ്റ്റേഷൻസ്, പിന്നെ അഞ്ജനേയ ടെമ്പിൾ, രാമ വർഷിപ്പ്ഡ് പ്ലേസ്, മുനിസ്വാമി ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പണ്ട് സേതു ബന്ധനം നടത്തിയിട്ടുള്ള രാമായണ കഥയെ അനുസ്മരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഹനുമാനും അവരുടെ ആളുകളെ കൂടിയിട്ട് കല്ല് ചുമന്ന് കൊണ്ടുവന്നിട്ട് സേതുബന്ധനം നടത്തുന്നതാണ്. ഇത് 1964 സൈക്ലോണിൻ്റെ വിവരങ്ങൾ, കുറച്ച് ഫോട്ടോസ്, ധനുഷ്കോടിയിൽ ഉണ്ടായിട്ടുള്ള ഫോട്ടോസ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മെമ്മറീസ്. ഇനിയും കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും വാസയോഗ്യമല്ല. അതുകൊണ്ട് ഇതൊന്നും ആരും പുനർനിർമ്മിക്കുകയോ ഇവിടെ താമസിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മടങ്ങുമ്പോൾ നമ്മൾ ഒരു ക്ഷേത്രം കൂടി സന്ദർശിക്കുന്നു, കോദണ്ഡരാമർ ക്ഷേത്രം. ലങ്കയിലെ യുദ്ധത്തിന് ശേഷം തിരിച്ചെത്തി ഇവിടെയാണ് വിഭീഷണരെ പട്ടാഭിഷേകം നടത്തുന്നത് ശ്രീരാമൻ. രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അതുപോലെ രാമസേതു ഇവയെല്ലാം നിറമുള്ള കഥകൾക്ക് അഴകേകുന്നു. ഇവിടെയുള്ള ആൽത്തറയ്ക്കിൽ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള വഴിപാടുകളുടെ നേർച്ചക്കാഴ്ചകളുടെയും ബാക്കിപത്രങ്ങൾ കാണാം. ഇവിടെയുള്ള ബോർഡിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതായത് ദിസ് പ്ലേസ് വെയർ ദ ലോർഡ് രാമ കണ്ടക്റ്റഡ് ദ പട്ടാഭിഷേകം ഓഫ് വിഭീഷണർ, ദ ബ്രദർ ഓഫ് കിങ് രാവണ ആഫ്റ്റർ ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് രാവണ. ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള മറ്റു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. തൽക്കാലം നമ്മൾ ധനുഷ്കോടിയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്, മടങ്ങുകയാണ്. സുന്ദരമായ ഈ പ്രദേശത്തെ ഓർമ്മകൾ ബാക്കിയാക്കി നാം മടങ്ങുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.